ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാനത്തിന്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് അല്പസമയം ചിന്തയ്ക്കായെടുത്തിരിക്കുന്ന വിഷയം ക്ഷമ. നമുക്കേവർക്കും സുപരിചിതമായ എന്നാൽ ഇന്ന് നമ്മളിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്ഷമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 22 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങൾ ക്ഷമയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പത്രോസ് കർത്താവോട് സഹോദരൻ പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണമെന്നും 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് യേശുവിൽ നിന്നും പ്രതീക്ഷിച്ചത് തന്നെ പ്രശംസിക്കും വിധത്തിൽ അത് ധാരാളം എന്ന മറുപടിയായിരുന്നു. എന്നാൽ കർത്താവ് അരുളി ചെയ്തത് ഇപ്രകാരമാണ്: 7 അല്ല 70 വട്ടം ക്ഷമിക്കാനാണ്. ഇന്ന് 7 വട്ടം പോയിട്ട് 1 വട്ടം പോലും ക്ഷമിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ ലോകമോഹങ്ങളിൽ മുഴുകി പാപങ്ങൾ ദിനം പ്രതി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിന്റെ ക്ഷമയ്ക്ക് യോഗ്യരാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്ഷമ പല പ്രശ്നങ്ങളും ഒഴിവാക്കും. തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നതിലല്ല, നാം ക്ഷമിക്കുവാൻ സന്നദ്ധരാണ്. ക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നൽകിയ ക്ഷമ ഓർക്കുമ്പോൾ മറ്റുള്ളവർക്ക് ക്ഷമ നൽകുക എന്നത് എളുപ്പമാകും. മറ്റുള്ളവരോട് ക്ഷമിച്ച് ക്രിസ്തുവിന് പ്രസാദമുള്ള മക്കളായി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവം നമ്മെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.